നമസ്കാരം. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്ന കേസിൽ കുഞ്ഞിന്റെ അമ്മ അറസ്റ്റിലാകുന്നത് നിർണായക തെളിവുകൾ കിട്ടിയ സാഹചര്യത്തിൽ. കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെ പൊള്ളാച്ചിയിലെ മേട്ടുപാളയത്തിൽ നിന്നാണ് ബാലരാമപുരം പോലീസ് പിടികൂടിയത്. കേസിൽ ദേവേന്ദുവിന്റെ അമ്മാവൻ ഹരികുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും വാട്സാപ്പ് ചാറ്റുകൾ ഫോറൻസിക് പരിശോധന നടത്തിയതിൽ നിന്നും ഇരുവരും തമ്മിൽ അസാധാരണമായ ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തൽ. ഇത് അമ്മയും അറിഞ്ഞിരുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ഇക്കഴിഞ്ഞ ജനുവരി 30-നായിരുന്നു 2.5 വയസ്സുകാരിയെ കോട്ടുകാൽ കോണത്ത് വീടിനടുത്തുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചിരുന്നു. എന്നാൽ ഹരികുമാറിന്റെ മൊഴികളിൽ ചില അസ്വാഭാവികതകൾ പോലീസ് സംശയിച്ചിരുന്നു. ഇതിനിടയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി പണം വാങ്ങി തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ശ്രീധുവിനെതിരെ വഞ്ചന കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലായിരുന്നു ശ്രീധു. ഇതിനിടെ ശ്രീധുവിനും സംഭവത്തിൽ പങ്കുണ്ടെന്ന് ഹരികുമാർ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് വാട്സാപ്പ് ചാറ്റുകളുടെ പരിശോധന വേഗത്തിലാക്കിയത്. ഇതിൽ തെളിവും കിട്ടുകയായിരുന്നു. അച്ഛനും അമ്മയും സഹോദരനും കൂടാതെ അമ്മാവനും മുത്തശ്ശിയും കഴിയുന്ന വീട്ടിൽ കിടന്നുറങ്ങിയ ദേവേന്ദുവാണ് പുലർച്ചെ കിണറ്റിൽ മരിച്ചു കിടന്നത്. അമ്മാവനാണ് കിണറ്റിലെറിഞ്ഞ് കൊന്നതെന്നായിരുന്നു പോലീസിന്റെ ആദ്യ കണ്ടെത്തൽ. എന്നാൽ 8 മാസം കഴിയുമ്പോൾ ദേവേന്ദുവിന്റെ പെറ്റമ്മ ശ്രീധുവും അറസ്റ്റിലാവുകയാണ്. ദേവേന്ദുവിനെ കൊന്നത് അമ്മാവൻ ഹരികുമാർ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. പക്ഷേ കൊല്ലുമെന്ന കാര്യവും കൊന്ന കാര്യവും ശ്രീധുവിന് അറിയാമായിരുന്നുവെന്നും പോലീസ് വ്യക്തമായി. ഇതോടെയാണ് അറസ്റ്റിലേക്ക് കടന്നത്. ശ്രീധുവിനോട് ഹരികുമാറിന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. ഇത് ശ്രീധുവും എതിർത്തിരുന്നില്ല. ഈ ബന്ധത്തിന് തടസ്സം കുട്ടിയാണെന്ന് ഹരികുമാർ കരുതി. ഇതോടെ കുട്ടിയെ കൊല്ലുമെന്ന് പലതവണ ഹരികുമാർ ശ്രീധുവിനോട് പറഞ്ഞു. ഒരു തവണ പോലും അതിനെ എതിർക്കാനോ കുട്ടിയെ സുരക്ഷിതയാക്കാനോ ശ്രീധു ശ്രമിച്ചില്ല. കുട്ടിയെ കിണറ്റിൽ നിന്ന് കിട്ടിയപ്പോൾ കൊന്നത് ഹരികുമാറാണെന്നും ശ്രീധുവിന് അറിയാമായിരുന്നു. ഇത് പോലീസിനോട് മറച്ചുവെച്ചു. ഇതോടെയാണ് ദേവേന്ദുവിനെ കൊന്നതിൽ ശ്രീധുവിന്റെ പങ്കും പോലീസ് ഉറപ്പിക്കുന്നത്. ശ്രീധുവിന്റെ നുണ പരിശോധനയ്ക്ക് പോലീസ് ശ്രമിച്ചു. എന്നാൽ അതിന് തയ്യാറാകാതെ മുങ്ങുകയാണ് ചെയ്തത്. ഇതും ശ്രീധുവിലേക്ക് സംശയം കൂടാനിടയാക്കി. ഹരികുമാർ അറസ്റ്റിലായതിന് പിന്നാലെ മറ്റ് ചില സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജാമ്യം കിട്ടിയ ശ്രീധു ബാലരാമപുരത്ത് നിന്ന് പൊള്ളാച്ചിയിലെ മേട്ടുപാളയത്തിലേക്ക് താമസം മാറ്റി. ഇന്നലെ രാത്രി അവിടെ നിന്നാണ് പോലീസ് പിടികൂടുന്നത്. ഓപ്പറേഷൻ പൊള്ളാച്ചിയുടെ ഭാഗമായി ശ്രീധുവിന്റെ താമസ സ്ഥലം നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. അതീവ രഹസ്യ നീക്കങ്ങളിലൂടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പോലീസിനെ വെട്ടിച്ച് കടക്കില്ലെന്ന് ഉറപ്പിക്കാൻ എല്ലാ മുൻകരുതലും എടുക്കുകയും ചെയ്തു. അതേസമയം നേരത്തെ കുഞ്ഞിനെ കൊന്ന ശ്രീധു തന്നെ പ്രതിയാക്കാനുള്ള നീക്കമാണ് നടത്തിയതെന്നായിരുന്നു ഹരികുമാർ പോലീസിന് മൊഴി നൽകിയത്. ഹരികുമാറിനെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് നിർണായക മൊഴിയും തെളിവുകളും ഉൾപ്പെടെ പുറത്തു വന്നത്. തുടർന്ന് നടന്ന ഫോറൻസിക് പരിശോധനയിലാണ് ശ്രീധുവിനെതിരെയും തെളിവ് കിട്ടിയത്. മൊബൈൽ പരിശോധനയിൽ നിർണായക ഫോറൻസിക് തെളിവ് പോലീസിന് കിട്ടി. തിരുവനന്തപുരം റൂറൽ SP KS സുദർശൻ ജയിൽ സന്ദർശിച്ചപ്പോഴാണ് ഹരികുമാർ SP-യോട് ശ്രീധുവിന്റെ പേര് വെളിപ്പെടുത്തിയത്. തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഹരികുമാർ ഇത് ആവർത്തിച്ചു. എന്നാൽ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടതിനാൽ ഹരികുമാറിനെയും ശ്രീധുവിനെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ശ്രീധു തയ്യാറായില്ല. നേരത്തെ ദേവേന്ദുവിന്റെ അച്ഛനും ശ്രീധുവിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ ഇവർക്കെതിരെ തെളിവുകൾ കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ ഹരികുമാറിന്റെ മൊഴി നിർണായകമായി. ഏറെ ആശയക്കുഴപ്പങ്ങൾ പോലീസിനുണ്ടാക്കിയ കേസ് കൂടിയാണ് ഇത്. ഇതിനൊടുവിലാണ് ഇപ്പോൾ ശ്രീധുവിന്റെ പങ്കും ഈ കൊലപാതകത്തിൽ തെളിഞ്ഞിരിക്കുന്നത്.